എം എസ് എക്സലിലെ ഫങ്ഷൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഓരോ ഫങ്ഷൻസും ഏതൊക്കെ ടാബിലാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കുന്ന കുറേ ഫങ്ഷൻസ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിലും പഠിച്ച ഫങ്ഷൻസ് തന്നെയാണ്. അപ്പോൾ ആ ഫങ്ഷൻസ് ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൽ നമ്മൾ വേർഡിൽ നമ്മൾ പഠിച്ച കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, തെസോറസ്, ഇതൊക്കെ നമ്മൾ റിവ്യൂ ടാബിൽ തന്നെ. അപ്പോൾ ഇത് നമ്മൾ എം എസ് വേർഡിലും നമ്മളിത് പഠിച്ചിരുന്നു, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറും തെസോറസും ഒക്കെ. അപ്പോൾ അതും എക്സലിലും അവൈലബിൾ ആയിരിക്കുന്നത് റിവ്യൂ ടാബിൽ തന്നെയാണ്. പിന്നെ നമ്മൾ എം എസ് എക്സൽ കണ്ടതാണ് സോർട്ടിംഗ്, ഫൈൻഡ് ആൻഡ് സെലക്ട്. അപ്പോൾ അത് അവൈലബിൾ ആയിരിക്കുന്നത് ഹോം ടാബിലാണ്. അപ്പോൾ നമുക്ക് എം എസ് എക്സലിൽ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സോർട്ടിങ്ങും ഫൈൻഡ് ആൻഡ് സെലക്ട് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പിക്ചറും ചാർട്ടും ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ട്സും പിക്ചേഴ്സും ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് പുതിയതാണ്. അപ്പോൾ അത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ടാബിലാണ്. അപ്പം ഇൻസേർട്ട് റിബണിലെ ഇൻസേർട്ട് എന്ന ടാബ് ക്ലിക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പിക്ചറും ചാർട്ട്സും ഒക്കെ നമ്മളുടെ എം എസ് എക്സൽ ഷീറ്റിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കുറേ മാത്തമാറ്റിക്കൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസും ഫോർമുലാസും ഒക്കെ അവൈലബിൾ ആയിരിക്കുന്നത് ഫോർമുല എന്ന് പറഞ്ഞ ടാബിലാണ്. ഇപ്പം റിബണിലെ ഫോർമുല എന്ന് പറഞ്ഞ ടാബിലാണ് ഫങ്ഷൻസും ഫോർമുലാസും ഒക്കെ അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ച് ബേസിക് മാത്സ് ഫങ്ഷൻ എക്സലിൽ നോക്കാം. അപ്പം എക്സലിലെ കുറച്ച് ബേസിക് മാത്സ് ഫങ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള മാത്സ് ഫങ്ഷൻ ഏതൊക്കെയാണ്, അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. ഈ നാലിനാണ് എന്ത് ബേസിക് മാത്സ് ഫങ്ഷൻ. നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. നമുക്ക് ഏത് സെല്ലിലേക്കാണോ വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിനു ശേഷം ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. എന്നിട്ട് രണ്ട് സെല്ലിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ രണ്ട് നമ്പറാണ് ആഡ് ചെയ്യണമെങ്കിൽ സെൽ 1 പ്ലസ് സെൽ 2 എന്ന് പറഞ്ഞു കൊടുത്താൽ, അതായത് സെൽ 1ൻ്റെ അഡ്രസ്സ് ഇപ്പോൾ സെൽ 1ൻ്റെ അഡ്രസ്സ് ഇപ്പോൾ C2 ആവാം, C3 ആവാം, പിന്നെ B2, B3, B4, B5 അങ്ങനെയൊക്കെ ഏതെങ്കിലും അഡ്രസ്സ് വരാം. അപ്പോൾ ആ സെല്ലിൻ്റെ രണ്ട് സെല്ലിൻ്റെയും അഡ്രസ്സ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യുക, നമുക്ക് അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ അവിടെ ചെറിയൊരു സിമ്പിളിൻ്റെ മാറ്റമുണ്ട്. അപ്പോൾ അഡീഷൻ നമ്മൾ സെൽ 1 പ്ലസ് സെൽ 2 എന്നാണ്, ഇവിടെ സെൽ പ്ലസ് സെൽ 1 മൈനസ് സെൽ 2 എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം, ഇത് പ്ലസ് സെൽ 1 മൈനസ് സെൽ 2 ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഈക്വൽ ടു സെൽ 1 ഇൻറ്റു സെൽ 2. ഡിവിഷനും ഈക്വൽ ടു സെൽ 1 ബൈ സെൽ 2. അപ്പം ഇവിടെ ചെറിയൊരു മാറ്റം കഴിഞ്ഞ് സബ്സ്ട്രാക്ഷനിലാണ്. അപ്പോൾ അതിൽ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ഒരു പ്ലസ് സിമ്പിൾ കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ മൈനസ് സിമ്പിൾ ഇടുക. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓട്ടോസം എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടെ ഉണ്ട് എം എസ് എക്സലിൽ. യൂസിങ് ഓട്ടോസം ബട്ടൺ ഫ്രം ഹോം ടാബ് we can find sum, average, min and max of a content of 2 or more cells and display the result in another cell. നമുക്ക് ഹോം ടാബിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോസം എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, നമുക്ക് സമ്മ് കാണാൻ പറ്റും, ആവറേജ് കാണാൻ പറ്റും, മിനിമം വാല്യൂ കാണാൻ പറ്റും, മാക്സിമം വാല്യൂ കാണാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു സെല്ലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പം ഹോം ടാബിലെ ഓട്ടോസം എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് സമ്മ് കാണാം, ആവറേജ് കാണാം, മിന്ന് കാണാം, മാക്സിമം കാണാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറൊരു സെല്ലിലേക്ക് അതിനെ ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. എം എസ് എക്സലിലെ ബേസിക് മാത്സ് ഫംഗ്ഷനാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്, 50, 10. അപ്പോൾ ഈ ഒരു രണ്ട് നമ്പറിൽ ഞാൻ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പെർഫോം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെല്ലിലേക്കാണ് ഈ സെലക്ട് ചെയ്ത സെല്ലിലേക്കാണ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് 50, 10 എന്ന രണ്ട് നമ്പറിനെ എങ്ങനെയാണ് അഡീഷൻ പെർഫോം ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈക്വൽ ടു എന്ന സിമ്പിൾ എടുക്കണം, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ C4 എന്ന് കാണല്ലേ, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവാതെ ഏത് അഡ്രസ്സ് ഉണ്ടോ, ഇവിടെ C4 എന്ന് കണ്ട്. ഇപ്പോൾ C4 ആണ്, അതായത് C എന്ന് പറഞ്ഞ കോളം അതിൻ്റെ റോന്റെ നമ്പർ 4, അതാണ് C4. ദെൻ നമുക്ക് ഇടേണ്ട സിമ്പിൾ എന്താണ്, പ്ലസ് ആണ്. പ്ലസ് ആണ് സിമ്പിൾ ഇടുക. ഇനി നമുക്ക് അടുത്ത സെല്ല്, നമ്മുടെ ഡാറ്റ 10 കിടക്കുന്ന അടുത്ത സെല്ല് ഏതാണുള്ളത്, അത് C5 ആണ്. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ C5 എന്ന് നമ്മൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പുറമെ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായി, 50ഉം 10ഉം കൂട്ടിയിട്ട് എന്ത് കിട്ടി, നമുക്ക് അഡീഷനായ 60 കിട്ടി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. ഈക്വൽ ടു എന്ന് പറയാം, എന്നിട്ട് സെൽ 1ൻ്റെ അഡ്രസ്സ് അതായത് C4 പ്ലസ് സെൽ 2ൻ്റെ അഡ്രസ്സ് C5, അത് പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്ട്രാക്ഷനും പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്സ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈക്വൽ ടു സിമ്പിൾ എടുക്കുക, ദെൻ പ്ലസ് എന്ന സിമ്പിൾ ഇടണം.
അതിനുശേഷം നമ്മളുടെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തത് C4 ആണ്. ദെൻ മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുക. ദെൻ അടുത്ത സെല്ല് ചൂസ് ചെയ്യാം. അടുത്തതാണ് C5 ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, പുറമെ എന്തെങ്കിലും സെല്ല് കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്തായി, 50 10 സബ്സ്ട്രാക്ട് ചെയ്ത് 40 കിട്ടി നമുക്ക്. അങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഫസ്റ്റത്തെ സെല്ല് ഏതാണ്, C4 ഇൻറ്റു സിമ്പിൾ കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് സെല്ല് ചൂസ് ചെയ്യാം, C5. ഇപ്പൊ നമുക്ക് C4 ഉം C5 നമുക്ക് 50 × 10 500 എന്ന് നമുക്ക് കിട്ടി. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. അതേപോലെ നമുക്ക് അഡീഷനും അല്ല ഡിവിഷൻ ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം അത് C4 ആണ്. ദെൻ ഡിവിഷന്റെ സിമ്പിൾ ഇടുക. അടുത്തത് ഏതാണ്, C5 ആണ്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പം നമുക്ക് 50/10 5 കൊണ്ട് വാല്യൂ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ബേസിക് മാത്സ് ഫംഗ്ഷൻ ചെയ്യാം. അപ്പൊ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫീച്ചർ ആണ് ഓട്ടോ സം എന്നൊരു ഫീച്ചർ ഉണ്ട്. ഇവിടെ ഇപ്പൊ 50 10 5 ഏതെങ്കിലും ഒരു വാല്യൂ കൂടെ എൻ്റർ ചെയ്യാൻ പോവാണ്. ഒരു 25 ഒരു 5 നമ്മൾ വെറുതെ കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലൊരു ഫീച്ചർ ആണെന്ത്, ഓട്ടോ സം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അപ്പം ഓട്ടോ സം ഫീച്ചർ ഹോമിൽ ഇവിടെ ഓട്ടോ സം കാണാം. അപ്പൊ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സമ്മ് കാണാൻ പറ്റും, ആവറേജ് കാണാൻ പറ്റും, കൗണ്ട് എടുക്കാം, മിൻ എടുക്കാം, മാക്സിമം എടുക്കാം. അപ്പൊ ഞാൻ സമ്മ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം C4 മുതൽ C9 വരെയുള്ള നമ്പറിന്റെ സമ്മാണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് എത്ര ആയിരിക്കും, 115 ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കൂടെ കൂട്ടി നമുക്ക് എന്ത് കിട്ടും, 115 നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത് ഇപ്പൊ നമ്മൾ സമ്മിൻ്റെത് കണ്ട് ഇതേപോലെ നമുക്ക് എന്തിന്റെ കാണാൻ പറ്റും, നമുക്ക് ആവറേജ് കാണാം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ അല്ലേ. ഇതിനെല്ലാം കൂടെ 115 എത്ര നമ്പർ ഉണ്ട്, 1 2 3 4 5 6 115/6 ആണ് ഇതിന്റെ ആവറേജ് ആണ്. അപ്പൊ നമുക്ക് ആവറേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആവറേജ് എന്നുണ്ടാവും, ഈ ആവറേജിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ C4 to C9 വരെയുള്ള ആവറേജ് നമുക്ക് എത്രയാണെന്ന് കാണിച്ചു തരും. അപ്പൊ നമുക്ക് 115/6 അപ്പം 19.166667 ആണ് ഇതിന്റെ ആവറേജ്. അതേപോലെ നമുക്ക് ഇതിലെ കൗണ്ട്, ഇത് എത്ര നമ്പർ ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഓട്ടോ സം പോവാം. കൗണ്ട് നമ്പേഴ്സ് ഉണ്ടാവും, C4 to C9. നമുക്ക് 6 നമ്പർ ആണുള്ളത്, 1 2 3 4 5 6 അങ്ങനെ 6 ഉണ്ട്. നമുക്ക് കൗണ്ട് ഉണ്ടെന്ന് കിട്ടി, നമുക്ക് 6 കിട്ടി. നമുക്കതിൽ മിന്നും ഉണ്ട്, മാക്സിമം ഉണ്ട്. അപ്പം അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഓട്ടോ സമ്മിൽ പോവുക, മാക്സിമം കൊടുക്കുക. അപ്പൊ C4 to C9 നമുക്ക് മാക്സിമം ഏതാണ് വാല്യൂ വരുന്നത്, ഏറ്റവും വലിയ വാല്യൂ 50 ആണ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ ഏതാ നോക്കാം. ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് 5 ആണ് നമുക്കറിയാം അല്ലേ, അതെങ്ങനെ അതിന് കിട്ടാൻ നോക്കാം. അപ്പൊ നമ്മൾ ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്യാം, മിന്ന് കൊടുക്കുക. അപ്പൊ C4 to C9 വരെയാണ്, മിനിമം വാല്യൂ ഏതാണ് 5 ആണ്, അത് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഓട്ടോ സമ്മ് കാണാം. അപ്പൊ ഓട്ടോ സമ്മിൽ നമുക്ക് സമ്മ് കാണാൻ പറ്റും, ആവറേജ് കാണാൻ പറ്റും, മിന്ന് കാണാൻ പറ്റും, മാക്സിമം കാണാൻ പറ്റും. എന്നിട്ട് ആ റിസൾട്ട് ഒക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ താഴത്തെ ആ ഒരു സെല്ലിലേക്ക് മാത്രമാണ് ഇതൊക്കെ ഡിസ്പ്ലേ